നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ 2009 മുതൽ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറലായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കോഫി അന്നന് ശേഷം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂർ മികച്ച എഴുത്തുകാരനും പ്രാസംഗികനും കൂടിയാണ്. കോൺഗ്രസ് അംഗത്വം നേടിയ ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ശശി തരൂർ കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി എന്നീ പദവികളും വഹിച്ചിരുന്നു. 2010 കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരിക്കെ കൊച്ചി IPL ടീമുമായി ഉയർന്നുവന്ന വിവാദങ്ങളെ തുടർന്ന് ഏപ്രിൽ 18 സ്ഥാനം രാജിവെച്ച തരൂർ 2012 കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ മാനവ വിഭവശേഷി വകുപ്പ് സഹമന്ത്രിയായി തിരിച്ചെത്തി. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇന്ത്യക്ക് ഗുണം ചെയ്തെന്ന വാദത്തെ പാടെ തള്ളിയ അദ്ദേഹത്തിന്റെ ആൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന ഗ്രന്ഥം 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായി. ഭാരതത്തിന്റെ ദേശീയബോധത്തെ കാത്തുസൂക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും പ്രകടിപ്പിക്കാത്ത ശശി തരൂർ വേറിട്ട് നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുന്നിൽ. 2008 നവംബർ 26 മുംബൈയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹാരറ്റ്സ് എന്ന ഇസ്രയേലി പത്രത്തിൽ ശശി തരൂരിന്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഹാരറ്റ്സ് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ വിവാദമായിരുന്നു ഉണ്ടായത്. ഇന്ത്യ ഇസ്രയേലിനോട് അസൂയപ്പെടുന്നു എന്ന ലേഖനം പറയേണ്ടത് പറഞ്ഞപ്പോൾ നിലപാടുകൾക്ക് ക്ഷാമമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ലോകം ഉറഞ്ഞുതുള്ളി. ആ വിവാദത്തെ മറികടന്നായിരുന്നു 2009 കന്നി ലോക്സഭാ പ്രവേശനമെന്ന ചരിത്രവും. ദേശീയഗാനത്തെ അവഹേളിച്ചെന്നതും കേന്ദ്രമന്ത്രിയായിരിക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസവും UPA സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നടപടിയെ കന്നുകാലി പരാമർശത്തിൽ അപഹസിച്ചതും തുടങ്ങി ഇന്ന് ഓപ്പറേഷൻ സിന്ദൂരും തുടർന്നുള്ള നിലപാടുകളും വരെ ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരനെ ശ്രദ്ധാകേന്ദ്രമാക്കുകയാണ്. ശശി തരൂരാണോ അതോ അദ്ദേഹത്തെ താക്കീത് ചെയ്തെന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനമാണോ ശരി? പഹൽഗാം ഭീകരാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരന്റെ പ്രസ്താവനകളിൽ ഒരു ദേശീയവാദിയുടെ ശബ്ദം സ്പഷ്ടമായി കേൾക്കാനാകും. ആ ശബ്ദത്തെ വെറും BJP അനുകൂലമാക്കി തീർക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ അപജയത്തോട് ചേർന്നു നിൽക്കുകയാണ്. ദേശീയതയെ കൈവിട്ടെന്ന അപജയമാണ് ഒരിക്കൽ ഒറ്റയ്ക്ക് രാജ്യം ഭരിച്ചവരെ ഇന്ന് ഒറ്റപ്പെടാൻ ഇടയാക്കിയത്. അത് പരിഹരിക്കാനെങ്കിലും ശശി തരൂരിന്റെ പ്രസ്താവനകളെ കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്താമായിരുന്നു. എന്നാൽ നേർവിപരീതമാണ് നടന്നത്. നെഹ്റു കുടുംബത്തിന് മമത തോന്നാത്ത ശശി തരൂർ കോൺഗ്രസിൽ തിരുത്തലുകൾക്ക് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ പ്രസ്താവനയിലൂടെയും. ഇത് തെളിയുകയുമാണ്. എന്നാൽ 4ാം തരം കക്ഷി രാഷ്ട്രീയം കൊണ്ട് പ്രബലരായ BJPയെ പ്രതിരോധിക്കാനിറങ്ങി പോയ കോടാലി കണക്കെ 37 കക്ഷികളുടെ ഇന്ത്യ സഖ്യത്തിൽ കഴിഞ്ഞുകൂടുകയാണിന്ന് കോൺഗ്രസ്. ദേശീയത തങ്ങളുടെ നിലപാടാണെന്ന് പറയാൻ മടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് ശശി തരൂരിനെ പോലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനസ്വാധീനമുള്ള ഒരു നേതാവിനെ നിരാകരിക്കുന്നതിലൂടെ സ്വയം കുഴിക്കുന്ന കുഴിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ദേശീയതയെ ഉയർത്തിപ്പിടിച്ചു മുന്നേറുന്ന BJP തരൂരിനെ ഈ നിമിഷം സ്വീകരിക്കുന്നതും നമുക്ക് കാണാനാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.